ഈ ജിഷിൻ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉം. അമ്മയോട് പറയാനായിട്ട് ഇത്രയും കാലം ഇവിടെ ആയിരുന്നു? അങ്ങനെ കുറച്ച് ആ ഒരു കാര്യത്തില് പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ കുറവാ. എന്നുവെച്ചാ ഓക്കെ. ആ, പല തവണ വെള്ളത്തിൽ വീണ പൂച്ച പിന്നെ എന്ത് കണ്ടാലും പേടിക്കുമെന്ന് പേടിക്കും. പറയില്ലേ? അതെ. ആ, ആ പറഞ്ഞൊരവസ്ഥ ഉണ്ട്. പുള്ളിക്ക് ആക്ച്വലി എന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പുള്ളിക്ക് എന്നോട് പറയാൻ ഭയങ്കര ഇച്ചിരി ഒരു പേടിയുള്ളത് പോലെ എനിക്ക് ഫീൽ ഉം, ചെയ്തിട്ടുണ്ട്. അത് പുള്ളി അത്രയും ഓപ്പൺ അപ്പ് ആവാറില്ല. പക്ഷേ പറയാതെ മനസ്സിലാക്കുന്നതിനോടാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനത്തെ തീർച്ചയായിട്ടും. ഒരു പേഴ്സണാണ്. അതും വേറൊരു സ്നേഹമാണല്ലോ അല്ലേ? ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ഉം, ആണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും പുള്ളി പ്രവർത്തിയിൽ ഉണ്ടാവും. ആ, ചിലരുണ്ട് കുറെ പറഞ്ഞു കൊടുക്കും എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം. ഇഷ്ടമാണ്, അതെ. പക്ഷെ പ്രവർത്തിയൊന്നും ഉണ്ടാകത്തില്ല. അതെ. ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഉം. ഒരാളാണ്. എൻ്റെ ഒബ്സർവേഷനിൽ എനിക്കറിയാം എത്രത്തോളം ഞാൻ ആളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. ഇന്ന് സന്തോഷകരമായി പോകുന്നുണ്ടോ? പിന്നെ വളരെ വളരെ സന്തോഷമായിട്ട് പോകും. ഇതിനകത്ത് പലരും പറയുന്ന അവിടം വരെ പോകും ഇവിടം വരെ പോകും ഇന്നിടം വരെ പോകും. ഞാനും കണ്ടൊരു കമന്റ് പക്ഷെ ആണ്. ഞാൻ പറയുന്നു ലൈഫ് ലോങ് ഞങ്ങൾ പോകും. ജിഷിന്റെ അത് ഷുവറായിട്ട് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്തായിരിക്കും? അത്രമേൽ അറിയണം, അതെ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വേണം. ഇപ്പം എല്ലാ കാര്യം നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണമല്ലോ. അതെ, ഇപ്പൊ അമ്മയുടെ ഒരു ഫോട്ടോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലും അതിൽ വരുന്നൊരു കമന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതൊന്നും അധികാലം പോത്തില്ല, അതാ. ഇവൻ വേറെ പെണ്ണിന്റെ പുറകെ പോകും, ഞാൻ അല്ല ഇവള് പോകും. ഈയിടയ്ക്ക് അങ്ങനെ ഒരാളുടെ കമന്റ് കേട്ടോ. ആ, ചിലപ്പോ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ തിരിച്ച് ഞാനും രസല്ലേ ആ, അവരെന്നെ എത്ര വിളിക്കുമ്പോ ഞാനും അങ്ങോട്ട് ഒരു സമാധാനം കിട്ടത് അതെ. കഴിയുമ്പോ. ആ, അപ്പൊ എല്ലാവരും ചോദിക്കും സെലിബ്രിറ്റീസ് അല്ലേ തിരിച്ചു പറഞ്ഞ. അങ്ങനൊന്നുമില്ല. ആ, എല്ലാരും മനുഷ്യരാ. എന്നെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റീസം ഇല്ല. ഉം. എനിക്ക് ഫ്രീ ഇല്ലെങ്കിൽ ഞാൻ നോക്കൂല. ഫ്രീ ആയിട്ടിരിക്കുമ്പോ നോക്കുമ്പോ ഒരെണ്ണം കണ്ടു ചൊറഞ്ഞോ തിരിച്ച് ഞാനങ്ങ് മാന്തും. ആ, ഞാൻ പറഞ്ഞു ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു ഇങ്ങനെ എന്താ ഇപ്പൊ ഈ പറഞ്ഞില്ലേ സെയിം ഉം. ഡയലോഗ് ജിഷിനും അമ്മയോ അധികാലം പോത്തില്ല. പോകത്തില്ല. ആ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നതാണ് തിരിച്ചു കിട്ടുക. അതെ. നിങ്ങൾ പറഞ്ഞതുപോലെ ആവാനായിട്ട് നിങ്ങളുടെ തന്തല്ല എന്റെ തന്നെന്ന് തോന്നുന്നു. ഉം, ഞാൻ കൊടുക്കുന്നതല്ല എനിക്ക് തിരിച്ചു അതെ. കിട്ടുള്ളൂ. ആ, മറ്റ് മുമ്പുണ്ടായ കാര്യങ്ങൾ വെച്ച് എന്നെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. അതെ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. Yes, of course. അതവിടെ കഴിഞ്ഞു. ഉം. എല്ലാവർക്കും ഉള്ള വലിയൊരു സംശയമാണ് ഉം. ജിഷിന്റെ മകനെ ആ. ജിഷിന് കാണാൻ പറ്റാത്തതും ഉം. അല്ലെ കാണിച്ചു കൊടുക്കാത്തത് ഉം. അമ്മ ഒറ്റ ഒരുത്തിയാണ്. സത്യമുണ്ടോ? അല്ല, ഞാൻ എന്തിനാ എന്റെ കുട്ടീനെ ഞാൻ കാണാറുണ്ട്. ഉം. അപ്പൊ ഓഫ് കോഴ്സ് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് ഇല്ലേ. ഞങ്ങളുടെ ഇടയിൽ കുട്ടികളെന്നൊരു ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജിഷിൻ ചേട്ടന് കുട്ടീനെ കാണാൻ പറ്റാത്തോണ്ട് എന്റെ കുട്ടീനെ ജിഷിൻ ചേട്ടന്റെ പ്രസൻസിൽ ഞാൻ ഓക്കെ. ഞാൻ അതൊരു പ്രാവശ്യം ഞങ്ങളൊരു ഒരു ഫേസിലുള്ള ഒരു ജിഷാന്റെ പൊട്ടാക്സ് എടുത്തായിരുന്നല്ലോ. ഓക്കെ. ആ, അത് ജിഷാന്റെ തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു കണ്ണൂരുള്ള ഒരു ലേഡി ഡോക്ടറായിരുന്നു. അവരുടെ അടുത്ത് പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ ഫേസ് കണ്ടൊരു കുശുമ്പത്തി ഫേസ് ആണെന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് സംസാരിച്ചു. അപ്പൊ എന്തൊക്കെയോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. അവര് കുട്ടീന്റെ കേസ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കും കുട്ടികളുണ്ട്, ഞാൻ കാണാറില്ല, മാക്സിമം ജിഷ്ണാന്റെ പ്രസൻസിൽ ഞാൻ കാണാറില്ല. അപ്പൊ എന്നിട്ട് അവർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ എൻ്റെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ആളുടെ കുട്ടീനെ മിസ് ചെയ്യാൻ പാടില്ല. ഉം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ആൾക്ക് അത് ആലോചിച്ചിട്ട് ഒരു ചെറിയ വിഷമം വന്ന് ഒന്ന് മാറിയിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഞാൻ ഉണ്ടാക്കാറില്ല ഉം. എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് പുള്ളിന്റെ കുട്ടീനെ കണ്ട എനിക്ക് എന്ത് പ്രശ്നമാണ്? അത് വെറും തെറ്റിദ്ധാരണ ആളുകളുടെ പറച്ചില്ല. തെറ്റിദ്ധാരണ അല്ല, ആളുകൾക്ക് എന്താ ഉണ്ടാക്കിക്കൂടാത്തത്? ഞാന് അതെ. മാംഗല്യത്തിൽ നിന്ന് പുള്ളിന്റെ എക്സായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പോകുന്നതാണെന്നല്ലേ ആൾക്കാർ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാ? അതായത് മറ്റു ഭാര്യമാരെ ജിഷ്ണുവായിട്ട് തല്ലിപ്പിച്ചത് അമ്മയാണ്, നിങ്ങൾ തല്ലി പിരിഞ്ഞതാണ് എന്നൊക്കെ കുറെ കാര്യങ്ങൾ വരത്തില്ലേ? അതെ. അങ്ങനെ ഏറ്റവും കൂടുതൽ മനസ്സിനെ തട്ടിയ ഒരു വാക്ക് എന്തായിരിക്കും? അത് അങ്ങനെ മനസ്സിനെ തട്ടിയിട്ടൊന്നുമില്ല. അങ്ങനൊന്നും തട്ടത്തില്ലടാ. തട്ടത്തില്ല. ആ, തീയിൽ കുരുത്തത് വെയിലത്ത് ആടില്ല ഉം. എന്നാണ്. കാരണം ആത്യന്തികമായി ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയാം, എന്താണ് സത്യം എന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതെ. ഞാൻ ലോകത്ത് പേടിച്ചിട്ട് നമ്മുടെ ജീവിക്കുന്ന ഭാഗത്ത് ആളല്ല. തെറ്റില്ലെങ്കിൽ എന്റെ പേടിക്കേണ്ട ആവശ്യമില്ല. 24-ാമത്തെ വയസ്സിൽ എന്റെ സെപ്പറേഷൻ ടൈമിൽ ഞാൻ എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ ഒരാളെ മാത്രമേ അനുസരിക്കുള്ളൂ, ഒരാളെ മാത്രമേ തൃപ്തിപ്പെടുത്തുള്ളൂ, ഒരാളെ മാത്രമേ സന്തോഷിപ്പിക്കുള്ളൂ. ആ ആള് ഞാൻ തന്നെ. ഓ, അതിന് ഞാൻ എടുത്തൊരു തീരുമാനം ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ. വലിയൊരു വാക്ക് കേട്ടോ അത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്നെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എൻ്റെ അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക് ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സെപ്പറേഷൻ്റെ ടൈമിൽ ഇത് മാറി മറിഞ്ഞു. എല്ലാവർക്കും ഞാൻ അഹങ്കാരിയായി, ധിക്കാരിയായി, തന്നിഷ്ടക്കാരിയായി. അപ്പൊ എനിക്ക് മനസ്സിലായത് അത്രയും കാലം ഞാൻ ജീവിച്ചത് ആർക്കൊക്കെയോ വേണ്ടിയാണ്. എന്റെ കല്യാണത്തിന് ഞാൻ വെച്ചൊരു പൊട്ട് പോലും എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചതല്ല.
എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചാണ്. അവരെനിക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സ്, അവരെനിക്ക് വാങ്ങിച്ചു തന്ന ഓർണമെന്റ്സ്, എല്ലാത്തിനും ഞാൻ അവർക്ക് പ്രിഫറൻസ് കൊടുത്തു. എൻ്റെ ലൈഫിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കാര്യം വന്നപ്പോഴും ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു. ഉം. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. അതിന് ഞാൻ അവരെ കുറ്റമൊന്നും പറയുന്നില്ല, കാരണം മനുഷ്യരല്ലേ, അതെ. അവർക്ക് പറ്റിയില്ല. എൻ്റെതായ സ്റ്റാൻഡ് ഞാൻ എടുത്തപ്പോ അതില് ഇങ്ങനെ നമ്മള് എന്താ നമ്മുടെ തന്നിഷ്ടത്തിന് നടക്കാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ സന്തോഷങ്ങൾ ഫസ്റ്റ് എനിക്ക്. കാരണം നാളെ ഞാൻ ഒരു ബെഡ് സ്റ്റേജ് ആകുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല ഈശ്വര എന്ന് എനിക്ക് തോന്നാൻ പാടില്ലല്ലോ. അതെ. അപ്പൊ ഞാൻ സ്വയം എനിക്ക് വേണ്ടി അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇഷ്ടമുള്ള പട്ട് മാത്രമേ ഞാൻ വെക്കുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും എന്ന് കരുതിയിട്ട് തോന്നിയാസിന് ജീവിക്കണം നല്ല കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളൊരു പ്രിഫറൻസ്. സെക്കൻഡ് എനിക്ക് കുട്ടികളും.